ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഏറെ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് നിങ്ങളോട് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ഒരു സഭയ്ക്കും എതിരല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടു എന്ന് പറയുന്ന ആ ബൈബിളിൽ കിടക്കുന്ന കാര്യങ്ങൾ, ആർക്കും ഇതുവരെ അറിയാതെ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ, അത് നിങ്ങളോട് അറിയിക്കുക. എന്നെപ്പോലെ തന്നെ നിങ്ങളും സത്യം അറിഞ്ഞ് ആ സത്യത്തിൽ മുന്നോട്ട് പോവുക. നമ്മൾ എന്ന് സത്യം അറിയുന്നോ അന്ന് നമ്മൾ സ്വതന്ത്രരാവും എന്നാണ് തിരുവചനം പറയുന്നത്. എനിക്ക് ഈ പറയുന്ന പോലെ എല്ലാവരെയും കുറ്റപ്പെടുത്താനോ ഇതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. അതായത് എല്ലാവരും ഞാൻ പ്രാപിച്ചതുപോലെ കൃപാവരങ്ങൾ പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനെയും കൃപാവരങ്ങളെയൊക്കെ പ്രാപിച്ച് ദൈവത്തോട് നേരിട്ട് തന്നെ, നമ്മുടെ ഇടയിൽ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യവും ഇല്ല, നേരിട്ട് തന്നെ ദൈവത്തോട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പോലെ നിങ്ങളും സംസാരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കൂടെ ഈ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു സഭയ്ക്കോ ഒന്നും എതിരല്ല. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ 2 ബൈബിള് നിങ്ങൾ എടുത്തു വെക്കണം. POCയും എടുത്തു വെക്കണം. ആ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ സത്യവേദ പുസ്തകം അതും വെച്ച് വേണം നിങ്ങളിത് പരിശോധിക്കാൻ. അതുകൂടാതെ ഇന്ന് ഞാൻ പറയുന്ന ആ റെഫറൻസ് എല്ലാം നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കണം. അതുകൂടാതെ എൻ്റെ ഈ ഇന്നത്തെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളത് കാണണം. അത് കണ്ടാൽ മാത്രമേ ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സത്യം നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ കുറച്ച് ഹെഡിങ് മാത്രം കണ്ടിട്ട് ആരും കമൻ്റ് ഇടരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി വിഷയത്തിലോട്ട് പോവാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ തൃത്വത്തെക്കുറിച്ചാണ്. ഇന്ന് ക്രിസ്തീയ സഭകൾ എല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് ഈ 3 നാമം പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു 3 നാമം അപ്പോസ്തലന്മാർ ആരും ഉപയോഗിച്ചിട്ടില്ല. അത് ഈ ബൈബിളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തൃത്വം അപ്പോസ്തലന്മാർ ഉപയോഗിക്കാത്ത, അപ്പോസ്തലന്മാർ പറയാത്ത ഈ തൃത്വം എങ്ങനെ ദൈവം സ്ഥാപിച്ച സഭകളിൽ കയറി വന്നു, എപ്പോൾ കയറി വന്നു, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ തൃത്വം എന്ന് പറയുന്നത് ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ, അതായത് കറക്റ്റ് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ടിനും 4-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് അതുവരെ ഈ തൃത്വം ഇല്ല. അപ്പോൾ എങ്ങനെ തൃത്വം കയറി വന്നു എന്ന് ചോദിച്ചാൽ, 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയും മറ്റേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളെല്ലാം ചേർന്ന് ഈ ബൈബിൾ കോഡീകരിച്ചപ്പോൾ, ആ ചുരുളുകളായിട്ടിരുന്ന അതിൽ നിന്നൊരു പുസ്തക രൂപത്തിൽ ബൈബിൾ കോഡീകരിച്ചപ്പോൾ വ്യാജമായിട്ട് എഴുതി പിടിപ്പിച്ചതാണ് ഈ തൃത്വം. അതിൻ്റെ എല്ലാ വ്യക്തമായ തെളിവുകളും ഞാൻ നിങ്ങൾക്കിപ്പോൾ തരാൻ പോവുകയാണ്. ഇനി ഞാൻ ആ പറയുന്ന റെഫറൻസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതിയെടുക്കുക. ആദ്യം നമ്മൾ കാണാൻ പോകുന്ന യേശുവിനെ ഏറ്റവും കൂടുതൽ യേശുവിനെ സ്നേഹിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ എഴുതിയ ലേഖനമാണ്. സുവിശേഷമല്ല, ലേഖനം. ആ റെഫറൻസ് എഴുതിയെടുക്കുക. 1 യോഹന്നാൻ, അതിൻ്റെ 1 മുതൽ താഴോട്ട് നമ്മൾ വായിക്കണം. ഒന്നുകൂടെ റെഫറൻസ് പറയാം. 1 യോഹന്നാൻ 1-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ അറിഞ്ഞ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങൾ എന്നുദ്ദേശിക്കുന്നത് അപ്പോസ്തലന്മാരെ കുറിച്ചാണ്. അതായത് കർത്താവായ യേശു അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച് ആ കാര്യങ്ങൾ നമ്മളോട് അവർ അറിയിക്കുകയാണ്.
ഈ വചനത്തിൽ കൂടെ. അതാണ് യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കൈക്കൊണ്ട സുവിശേഷം ഞങ്ങൾക്ക് നിങ്ങളോടുകൂടെ, അതായത് നമ്മളോടുകൂടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഇത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും മാത്രം ആകുന്നു. എന്ന് വെച്ചാൽ യോഹന്നാൻ പറയുകയാണ്, അപ്പോസ്തലന്മാരായ ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ, പിതാവും പുത്രനും. യോഹന്നാൻ പറയുകയാണ്. ആ ഭാഗം നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ അടുത്ത അപ്പോസ്തലനായ പൗലോസ് 13 സഭകൾക്ക് ലേഖനം എഴുതിയിട്ടുണ്ട്. ആ 13 സഭകൾക്കും പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആദ്യം ആ സഭയിലുള്ളവരെ വന്ദനം അറിയിക്കുന്നത് ഈ 2 പേരുടെ നാമത്തിലാണ്. പിതാവിൻ്റെയും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പൗലോസും ഈ 13 സഭകൾക്ക് ലേഖനം എഴുതിയത്. ആ റെഫറൻസ് ഞാൻ തരാം, നിങ്ങൾ എഴുതിയെടുക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുക. ഒന്നുകൂടെ റെഫറൻസ് പറയാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആ റോമയിലുള്ള സഭക്കാർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവരെ വന്ദനം അറിയിക്കുന്നത് പിതാവിൻ്റെയും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ യോഹന്നാൻ പറഞ്ഞതുപോലെ പൗലോസിനും 2 പേരേ ഉള്ളൂ, പിതാവും പുത്രനായ യേശു. അപ്പോൾ നമ്മൾ ഈ പൗലോസ് എഴുതിയ എല്ലാ ലേഖനങ്ങളും നിങ്ങൾ പരിശോധിക്കണം. അതാ എല്ലാ ലേഖനത്തിലും 1-ാം വാക്യം തന്നെ വായിക്കുമ്പോൾ അറിയാം, ആ എല്ലാ ലേഖനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ 2 പേരുടെ നാമത്തിലാണ് അവരെല്ലാം പൗലോസ് വന്ദനം അറിയിക്കുന്നത്. അപ്പോൾ പൗലോസിനും യോഹന്നാനും ഈ 2 പേരേ ഉള്ളൂ. ഇനി അടുത്ത സഭയുടെ മാർപ്പാപ്പ എന്ന് വിളിക്കുന്ന പത്രോസ്, അത് ഇന്ന് സഭയിലുള്ളവർ പറയുന്നതാണ്, യേശു ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാനത് പറയുകയാണ്. സഭയുടെ മാർപ്പാപ്പ എന്ന് പറയുന്ന പത്രോസിനും എത്ര പേരുണ്ടെന്ന് നോക്കിയേ. ആ റെഫറൻസ് ഞാൻ തരാം, അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഇതാണ് റെഫറൻസ്. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കണം. ആ റെഫറൻസ് ഒന്നുകൂടെ പറയാം. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പത്രോസും അവിടെ ഉള്ളവരെ വന്ദനം അറിയിക്കുന്നത് പിതാവിൻ്റെയും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ അപ്പോസ്തലന്മാരായിട്ടുള്ള എല്ലാവർക്കും, പത്രോസിനായിക്കോട്ടെ, യോഹന്നാനായിക്കോട്ടെ, പൗലോസ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം 2 പേരെ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്, അതായത് പിതാവും പുത്രനും. അപ്പോൾ നിങ്ങൾ എന്നോട് അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം, അപ്പോൾ പരിശുദ്ധാത്മാവില്ലേ? ഉണ്ട്. ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആരാണ് എന്നാണ് ഞാൻ ഇനി അടുത്ത് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഞാനിത് 2 പേരെ ഉള്ളെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും. പരിശുദ്ധാത്മാവ് ഉണ്ട്. അത് ഞാൻ ഇനി ആ പറയുന്ന റെഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ താഴോട്ട് വായിക്കണം. ഒന്നുകൂടെ പറയാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളെ കൊണ്ടുപോയി പിടിച്ചു കെട്ടി സേവകരുടെ അടുക്കൽ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ, കാരണം അന്ന് ഈ കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷം അറിയിച്ചവരെയൊക്കെ കോടതി കൊണ്ട് നിർത്തുമായിരുന്നു. ആ രംഗമാണ് അവിടെ പറയുന്നത്. നിങ്ങളെ കൊണ്ടുപോയി അവിടെ ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയണ്ടു, എങ്ങനെ പറയണ്ടു എന്ന് നിങ്ങൾ ഭാരപ്പെടണ്ട. ആ നാഴികയിൽ തന്നെ പറയുവാനുള്ളത് പറയും. നിങ്ങളല്ല പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന പിതാവിൻ്റെ ആത്മാവത്രേ എന്നാണ് അവിടെ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ സെയിം രംഗം തന്നെ മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റെഫറൻസ് ഞാൻ പറയാം, എഴുതിയെടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഒന്നുകൂടെ ഞാൻ പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളെ കൊണ്ടുപോയി പിടിച്ചു കെട്ടി സേവകരുടെ അടുക്കൽ ഏൽപ്പിക്കുമ്പോൾ അവിടെ എന്തു പറയണ്ടു എന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട. ആ നാഴികയിൽ
പറയുവാനുള്ളത് തന്നെ പറയും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവത്രേ. അതായത് ഇതേ സെയിം രംഗം മത്തായി 10:19 മത്തായി പറയാണ്, പറയുന്നത് നിങ്ങളല്ല, പിതാവിൻ്റെ ആത്മാവത്രേ. അതേ സെയിം രംഗം തന്നെയാണ് മർക്കോസ് പറയുന്നത് 13:11. അവിടെ പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവത്രേ. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിതാവെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ്. ഇതിനെ വേർതിരിച്ചത് 4-ാം നൂറ്റാണ്ടിൽ പിശാചിൻ്റെ സന്തതികളാണ് വേർതിരിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഈ കാര്യം അപ്പോസ്തലന്മാർക്ക് ക്ലിയറായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരെല്ലാം പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ഇനി അടുത്തൊരു റെഫറൻസ് ഞാൻ തരാം. പൗലോസ് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം, അത് എഴുതിയെടുക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഒന്നുകൂടെ പറയാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, അതായത് നമ്മളിൽ. പൗലോസ് പറയുകയാണ്, യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ, അതായത് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ. അപ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആരാണ്? പിതാവാണ്. ആ പിതാവിൻ്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇത് അപ്പോസ്തലന്മാർക്ക് എല്ലാം ക്ലിയറായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ഈ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും മാത്രമാകുന്നു എന്ന് പറഞ്ഞത്. ഇതറിയാതെയാണ് ഇന്ന് ഈ പറയുന്ന 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയും മറ്റ് അനുയായികളും ചേർന്ന് വ്യാജമായിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് തൃത്വം. ഇതൊക്കെ പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അത് നിങ്ങൾ ക്ലിയറായിട്ട് ഇത് മനസ്സിലാക്കുക. ഈ പറയുന്ന റെഫറൻസ് എല്ലാം നിങ്ങൾ പരിശോധിക്കുക. ഇനി അടുത്ത് ഞാൻ തരാൻ പോകുന്ന റെഫറൻസാണ് ഇച്ചിരി കട്ടി കൂടിയതാണ്. അതും യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെന്ന് പറയുന്ന യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം. ഒന്നുകൂടെ ഞാൻ പറയാം. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം, അതിൽ ഒരു അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 9-ാം വാക്യം. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 9-ാം വാക്യത്തിൽ 9-ാം വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിക്കണം. അപ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ആ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ, ആരുടെ? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ, ഏതാ? പിതാവും പുത്രനും, 3 അല്ല, ഈ 2. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവനെ ചവിട്ടി പുറത്താക്കാനാണ് പറയുന്നത്. ആ ചവിട്ടി എന്നുള്ളത് എൻ്റെ വാക്കാണ്. അത്ര കട്ടിക്കാണ് യോഹന്നാൻ അവിടെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവനെ കൈക്കൊള്ളരുത്. അപ്പോൾ ആ ഉപദേശം ഏതാ? പിതാവും പുത്രനും, ഈ 2 പേരേ ഉള്ളൂ. വീട്ടിൽ കൈക്കൊള്ളരുത്. അവൻ്റെ കൂടെ നിങ്ങൾ കുശലം പറയുക പോലും അരുത്. അവൻ്റെ കൂടെ നിങ്ങൾ സംസാരിച്ചാൽ അവൻ്റെ പിശാചിൻ്റെ പ്രവൃത്തി നിങ്ങളിലും വരും എന്ന് യോഹന്നാൻ ക്ലിയറായിട്ട് പറയുകയാണ്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാനിവിടെ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇത്രയും സത്യങ്ങൾ ഈ ബൈബിളിലുണ്ട്. ഇതൊന്നും ഇത്രയും കാലമായിട്ട് ആർക്കും വെളിപ്പെട്ടിട്ടില്ല. ഇതാണ് ഈ കുരുടനായ എന്നിൽ കൂടെ, എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, 100% കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. ഇതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ദൈവം എന്നോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ഈ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഭൂമിയിൽ, അതായത് യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം 10-ാം പക്കമാണ് പരിശുദ്ധാത്മാവ്. ഈ 120 പേർ കൂടിയിരുന്ന മർക്കോസ് മാളികയിൽ പരിശുദ്ധാത്മാവ് വന്നു. അന്ന് അവിടെ അവരെല്ലാം അന്യഭാഷകളൊക്കെ സംസാരിക്കുമ്പോൾ, അന്ന് അവിടെ പെന്തക്കോസ് പെരുന്നാളാണ്. അന്ന് അവിടെ കൂടിയിരുന്നവർ വന്നിട്ട് പറഞ്ഞു, ഇവരെന്തോ പുതിയ വീഞ്ഞ് കുടിച്ചിട്ട് പിറുപിറുക്കുക. അപ്പോൾ അവരുടെ മധ്യേ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുന്ന രംഗങ്ങളാണ് താഴോട്ട് നമ്മൾ വായിക്കണം. ആ റെഫറൻസ് ഞാൻ പറയാം, അത് എഴുതിയെടുക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം
അതിൻ്റെ 37 മുതൽ താഴോട്ട് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 37 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പത്രോസ് അവരുടെ മുന്നേ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന യഹൂദന്മാർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിപ്പീൻ, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ക്ലിയറായിട്ട് പത്രോസ് പറയുകയാണ്, യേശുക്രിസ്തു എന്ന ഒറ്റ നാമത്തിൽ. അവിടെ തൃത്വമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അപ്പോസ്തോലൻ പോലും ഈ തൃത്വം ഉപയോഗിച്ചിട്ടില്ല. ഇത് വ്യാജമാണ്. അപ്പോൾ അവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 37 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പത്രോസ് പറയുന്ന രംഗമാണ്, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ അന്ന് അവിടെ 3000 പേര് സ്നാനം സ്വീകരിച്ചു എന്നുണ്ട്. അപ്പോൾ അന്ന് ആ 3000 പേരും യേശു എന്ന് പറയുന്ന ഒറ്റ നാമത്തിലാണ് സ്നാനം സ്വീകരിച്ചത്. അല്ലാതെ ഇന്ന് സഭകളിൽ ശുശ്രൂഷകർ ചെയ്യുന്നത് പോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അല്ല. ഇത് 4-ാം നൂറ്റാണ്ടിൽ വന്ന വ്യാജമാണ്. ഇപ്പം ഇവിടെ പത്രോസ് 3000 പേരെ സ്നാനം കഴിപ്പിച്ചല്ലോ ഒറ്റ നാമത്തിൽ. അതുപോലെ തന്നെ അടുത്ത അപ്പോസ്തലനാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് ശമരിയ നാട്ടിൽ ചെന്ന് ദൈവവചനമൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ആൾക്കാർ ദൈവത്തെ കൈക്കൊണ്ടപ്പോൾ അവിടെ ഫിലിപ്പോസും അവരെ സ്നാനപ്പെടുത്തുന്നുണ്ട്. ആ റെഫറൻസ് ഞാൻ പറയാം, എഴുതിയെടുക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 12 മുതൽ താഴോട്ട് വായിക്കണം. ഒന്നുകൂടെ പറയാം, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിൻ്റെ 12 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഫിലിപ്പോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കുന്നത്, ഒറ്റ നാമത്തിൽ. ക്ലിയർ ആയിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പോസും അവരെ സ്നാനം കഴിപ്പിച്ചത് യേശുക്രിസ്തു എന്ന ഒറ്റ നാമത്തിലാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് പൗലോസ് 12 പേരെ സ്നാനം കഴിപ്പിക്കുന്ന രംഗമുണ്ട്. അവിടെയും പൗലോസ് ഒറ്റ നാമത്തിലാണ് ഈ 12 പേരെ സ്നാനം കഴിപ്പിക്കുന്നത്. ആ റെഫറൻസ് ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് അവിടെ 12 പേരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ പത്രോസ് 3000 പേരെ സ്നാനം കഴിപ്പിച്ചതും ഫിലിപ്പോസ് സ്നാനം കഴിപ്പിച്ചതും പൗലോസ് 12 പേരെ സ്നാനം കഴിപ്പിച്ചതും എല്ലാം ഒറ്റ നാമത്തിലാണ്, യേശുക്രിസ്തു എന്ന ഒറ്റ നാമം. അപ്പോൾ ആ 2 ഒന്നായി. അതായത് നമ്മൾ ഇത്ര നേരം യോഹന്നാന്റെ ലേഖനം, അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം, 2 പത്രോസിലൊക്കെ ഞങ്ങളുടെ കൂട്ടായ്മയോ 2 പേരോടാണ് പറഞ്ഞത്. അതായത് പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും. ഈ 2 ഇവിടെ ഒന്നാവുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഈ 2ഉം ഒന്നാവാൻ കാരണം ഞാൻ നേരത്തെ ഈ യേശു എന്ന പേര് ആരുടെയാണെന്നുള്ള നേരത്തെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ഈ യേശു എന്ന പേര് പിതാവിൻ്റെയാണ്. ഇന്ന് ഈ ക്രൂശിൽ മരിച്ച ആ യേശു നമ്മൾ എല്ലാവരും കരുതുന്നത് എന്താ? ഈ ക്രൂശീകരിക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് യേശു എന്നല്ല. ആ യേശു എന്ന പേരിൻ്റെ അവകാശി, ഉടമസ്ഥൻ പിതാവാണ്. ഇത് ഞാൻ പറയുന്നതല്ല. യേശു തന്നെ അവസാന സമയത്ത് യേശുവിനെ പടയാളികൾ പിടിച്ച് ക്രൂശിക്കുന്നതിന് മുന്നേ യേശു പിതാവിനോട് സംസാരിക്കുന്ന രംഗമുണ്ട്. ആ റെഫറൻസ് ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെ വായിക്കണം. ഒന്നുകൂടെ പറയാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെ വായിക്കുമ്പോൾ ഈ യേശു എന്ന പേരിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് ക്രൂശീകരിക്കപ്പെട്ട പുത്രൻ പറയുകയാണ്. കറക്റ്റ് ആ 12-ൽ വരുമ്പോൾ യേശു പറയുന്നത് ഇങ്ങനെയാണ്: പിതാവേ, അങ്ങ് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇതുവരെ ഇവരെ കാത്തുകൊണ്ടിരുന്നു. ഇനി ഞാൻ ഭൂമിയിലില്ല, നിന്റെ അടുക്കൽ വരികയാണ്. ഇനിയും ആ നാമത്തിൽ ഇവരെ നീ കാത്തുകൊള്ളണമേ. യേശു പറയുകയാണ്. അതായത് ക്രൂശീകരിക്കപ്പെട്ട പുത്രൻ പറയുകയാണ്, ഈ പേരിൻ്റെ ഉടമസ്ഥൻ പിതാവാണ്. അപ്പോൾ ആ പത്രോസ് 3000 പേരെ സ്നാനം കഴിപ്പിച്ചതും ഫിലിപ്പോസ് സ്നാനം കഴിപ്പിച്ചതും പൗലോസ് സ്നാനം കഴിപ്പിച്ചതല്ല. ഈ ഒറ്റ നാമം, യേശു എന്ന നാമം എന്ന് പറയുന്നത് പിതാവിൻ്റെ നാമത്തിലാണ്.
ഇതൊന്നും ഇന്ന് അറിയാതെയാണ് ഇന്ന് ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നും പറഞ്ഞ് മാമുദീസ നടക്കുന്നതും പെന്തക്കോസുകാർ സ്നാനപ്പെടുത്തുന്നതും ഇതെല്ലാം വ്യാജമാണ്. അപ്പോസ്തലന്മാർക്കില്ലാത്ത സുവിശേഷം എനിക്ക് വേണ്ട, ഇനി നിങ്ങൾക്ക് വേണോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ യേശുക്രിസ്തു മരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റെയാണ്. AD 70 മർക്കോസ് എഴുതുന്നത്. അതാണ് ആദ്യത്തെ പുതിയ നിയമം. ആ മർക്കോസിൻ്റെ ആ വാക്യം ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുക്കുക. മർക്കോസ് 16:15 മുതൽ താഴോട്ട് വായിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുന്നേ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ രംഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കോസ്. എന്താ പറയുന്നത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, സ്നാനം കഴിപ്പിക്കും, ഇതെല്ലാം നിങ്ങൾ എൻ്റെ നാമത്തിൽ. യേശു പറയുന്ന വാമൊഴിയാണ്. ഒറ്റ നാമമേ യേശു പറഞ്ഞിട്ടുള്ളൂ. ആ യേശു പറഞ്ഞ് ഒറ്റ നാമത്തിലാണ് സകല അപ്പോസ്തലന്മാരും എല്ലാ ശുശ്രൂഷകളും ചെയ്തത്. അപ്പൊ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുന്നത് അത് 4-ാം നൂറ്റാണ്ടിൽ വ്യാജമായിട്ട് നമ്മുടെ ബൈബിളിൽ കയറിയതാണ്. അതിൻ്റെ റെഫറൻസ് ഞാൻ തരാം, എവിടെയാണ് ഈ വ്യാജം കയറി എന്നുള്ളത്. ആ റെഫറൻസ് എഴുതിയെടുക്കുക. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. ഒന്നുകൂടെ പറയാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പീൻ. അതായത് ഇത് വ്യാജമാണ്. കാരണം ഞാൻ ഇപ്പോൾ ഇതിനു മുന്നേ പറഞ്ഞ ഒരിടത്ത് പോലും ഈ അപ്പോസ്തലന്മാർ ഈ 3 നാമം ഉപയോഗിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുമല്ല, ഈ ബൈബിൾ ക്രോഡീകരിച്ചപ്പോൾ ആദ്യം എഴുതപ്പെട്ട നിയമം ഏതാ? പുതിയ നിയമം മർക്കോസാണ്. അപ്പൊ മർക്കോസാണ് ഈ പുതിയ നിയമത്തിൽ ആദ്യം വരേണ്ടത്. പക്ഷെ ഈ വ്യാജം ചേർത്ത പുസ്തകമാണ് ആദ്യം വന്നിരിക്കുന്നത്. ഈ മത്തായി എന്ന് പറയുന്ന പുസ്തകം ആരെഴുതി എന്ന് ചരിത്രത്തിൽ നമ്മൾ രേഖ പരിശോധിക്കുമ്പോൾ ബാക്കി എല്ലാ പുസ്തകങ്ങളും ആര് ഏത് കാലഘട്ടത്തിൽ എഴുതി എന്നുള്ള രേഖയുണ്ട്. പക്ഷെ ഈ മത്തായിയുടെ സുവിശേഷം ആരെഴുതി എന്ന് പറഞ്ഞാൽ അൺമിസ് മാൻ എന്നാണ് കിടക്കുന്നത്. അതായത് ആരെഴുതി എന്നറിയത്തില്ല. അത് ദൈവാത്മാവ് നിങ്ങൾക്ക് ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ഈ മത്തായിയുടെ സുവിശേഷം നമ്മൾ 1 മുതൽ 28 വരെ വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇത് ഒരാൾ എഴുതിയതല്ല. 3-4 പേര് എഴുതിയ പാർട്ടുകൾ ഒന്നിച്ചാക്കി മത്തായിയുടെ പേരിൽ അങ്ങ് വെച്ചു. അത് ആയിക്കോട്ടെ. പക്ഷേ ഈ മത്തായി 28-ന്റെ 19 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ വ്യാജമാണ്. കാരണം ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസാണ്. അവിടെ യേശു പറയുന്നത് എൻ്റെ നാമത്തിൽ നിങ്ങൾ ഇതെല്ലാം ചെയ്യും, ഒറ്റ നാമം. അതാണ് അപ്പോസ്തലന്മാരെല്ലാം ചെയ്തത്. ഇത് തൃത്വം എന്ന് പറയുന്നത് വ്യാജമാണ്. ഒരു അപ്പോസ്തലനും ഉപയോഗിച്ചിട്ടില്ല. ഈ തൃത്വം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദാനം നമുക്ക് ലഭിക്കത്തില്ല. ഇത് ഉറപ്പാണ്. ഇനി ഒരു റെഫറൻസ് കൂടെ ഞാൻ തരാം. ഈ അപ്പോസ്തലന്മാർ തന്നെ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരോധമായി ഇനി ഞങ്ങൾ തന്നെ അത് തിരുത്തി പറഞ്ഞാലോ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞാലോ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ ഇന്ന് ഈ തൃത്വം കൊണ്ട് നടക്കുന്നവരെല്ലാം പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനാണ്. കാരണം അപ്പോസ്തലന്മാർ ഇത് പറഞ്ഞിട്ടില്ല. ആ റെഫറൻസ് ഞാൻ പറയാം, എഴുതിയെടുക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ താഴോട്ട് വായിക്കണം. ഒന്നുകൂടെ പറയാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, അപ്പോസ്തലന്മാരായ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരോധമായി ഇനി ഞങ്ങൾ തന്നെ അത് വന്ന് തിരുത്തി പറഞ്ഞാലോ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞാലോ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ ഇന്ന് സഭകളിലുള്ള ശുശ്രൂഷകർ ഈ തൃത്വം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശപിക്കപ്പെട്ടവനാണ്. അതുകൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം അതിൽ 9-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത് എന്താ? യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം
അതിൻ്റെ 9-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ആ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവുമുണ്ട് പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവനെ കൈക്കൊള്ളരുത്, ചവിട്ടി പുറത്താക്കണം. അവനോട് കുശലം പറയുക പോലും അരുത്. അവനോട് നിങ്ങൾ സംസാരിച്ചാൽ അവൻ്റെ പാപത്തിൽ നിങ്ങളും പങ്കാളിയാവും. ഇതാണ് സത്യം. ഈ വീഡിയോ നിങ്ങൾ നല്ലതുപോലെ പരിശോധിക്കുക. ഞാൻ ആ പറയുന്ന റെഫറൻസ് എല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയാനുള്ളത്, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, യേശു പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ വേറൊരു കാര്യസ്ഥൻ നിങ്ങൾക്ക് വരും. അങ്ങനെ ഒരു വാക്ക് 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചുരുളുകളിൽ ഇല്ല. വേറെ ഒരു കാര്യസ്ഥൻ എന്ന് പറയുന്ന വാക്ക്, അങ്ങനെ ഒരു വാക്ക് ഒറിജിനൽ ചുരുളുകളിൽ ഇല്ല. ഇത് 4-ാം നൂറ്റാണ്ടിൽ ഈ ബൈബിൾ ക്രോഡീകരിച്ചപ്പോൾ ഈ തൃത്വം കൊണ്ടുവരാൻ വേണ്ടി വ്യാജമായിട്ട് എഴുതി പിടിപ്പിച്ച രംഗമാണ്. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പരിശോധിക്കുക. അല്ലാതെ എന്നെ നിങ്ങൾ കുറ്റം പറയണ്ട. ഇത് നിങ്ങൾ 2025 വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന ബൈബിളിൽ നിങ്ങൾക്ക് അറിയാതെ പോയ കാര്യം ഈ കുരുടനായ എന്നിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. അല്ലാതെ ഞാൻ ആരെയും തെറ്റിക്കാനോ ഒന്നുമല്ല. എൻ്റെ ദൗത്യം തെറ്റിപ്പോയ ആടുകളെ സത്യം പറഞ്ഞ് കൊടുത്ത് നേർവഴിക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ ദൗത്യം. അല്ലാതെ ആരെയും കുറ്റം പറയുന്നതല്ല. പിന്നെ നിങ്ങൾ പറയാം, ഞങ്ങളുടെ സഭ ഇങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. സഭയല്ല പഠിപ്പിച്ചത്, സഭയിലുള്ള ശുശ്രൂഷകരാണ് പഠിപ്പിച്ചത്. ഈ റെഫറൻസൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, അത് തന്നെ ഞാൻ പറയും, ഈ പറഞ്ഞ റെഫറൻസ് എല്ലാം നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ശുശ്രൂഷകരോട്, അച്ഛന്മാരാണേലും പാസ്റ്റർമാരാണേലും അവരോട് നിങ്ങൾ ചോദിക്കുക, റെഫറൻസ് ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ പഠിപ്പിച്ച്? അപ്പോസ്തലന്മാർക്കില്ലാത്ത സുവിശേഷം എന്തിനാ പഠിപ്പിച്ച് എന്ന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അല്ലാതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വീഡിയോ എല്ലാവരും ഇപ്പോൾ ഈ കണ്ടല്ലോ, ഇതൊരു സാമ്പിള് മാത്രമാണ്. ഇനി വരാൻ പോകുന്നത് ഇതിലും വലിയ സംഭവങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. അത് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമക്കുക. അതുപോലെ വചനം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ വീഡിയോ എല്ലാവരും കാണണമെന്ന് എനിക്ക് നിർബന്ധമില്ല. വചനം അറിയണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. അല്ലാതെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് വേറെ ഒരു നേട്ടത്തിനും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.